എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഉണ്ണി പറഞ്ഞതിനോട് എനിക്കൊരു ചില കൂട്ടിച്ചേർക്കലുകൾ ഉള്ളത്. നോക്കൂ, ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോഴും ഒരു നിലപാടെടുക്കുന്നത് അത് മറ്റൊരു ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ വോട്ടുകൾ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എന്നൊരു വിലയിരുത്തൽ എത്ര കണ്ട് ശരിയാണ് എന്നുള്ളത് നമുക്കൊന്നുകൂടി പരിശോധിക്കേണ്ടി വരും. കാരണം ലെഫ്റ്റിന് എപ്പോഴും ന്യൂനപക്ഷ വോട്ടുകൾ കേരളത്തിൽ കുറവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പാർട്ടിയാണ് CPM എന്ന് വിലയിരുത്തൽ പോലും രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ എല്ലാ കാലഘട്ടത്തിലും മതേതരത്വത്തിനും ന്യൂനപക്ഷത്തിനും അനുകൂലമായിട്ടുള്ള നിലപാടാണ് ലെഫ്റ്റ് എപ്പോഴും എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ചർച്ച് ബില്ലിൻ്റെ കാര്യത്തിനകത്ത് നോക്കൂ, ഈ ചർച്ച് ബില്ല് എന്താണ് എന്നതിൻ്റെ കരട് പോലും നമ്മുടെ മുന്നിലില്ല. അത് യാക്കോബായക്ക് അനുകൂലമാണോ അല്ലെങ്കിൽ ഓർത്തഡോക്സിന് എതിരാണോ ഇതൊന്നും നമുക്കറിയില്ല. എന്ന് മാത്രമല്ല, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ ബില്ലിൻ്റെ കരട് രൂപം കാണുന്നതിന് മുമ്പ് തന്നെ ആ ബില്ല് പാസ്സാക്കി കൊടുക്കില്ല എന്നുകൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നിയമസഭയിൽ വന്നിട്ടില്ല, കരട് നമുക്കറിയില്ല, ചർച്ച നടത്തിയിട്ടില്ല, പാസ്സായിട്ടില്ല, ഗവർണർക്ക് അയച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ഞാനത് പാസ്സാക്കാൻ പോകുന്നില്ല എന്ന്. മണിപ്പൂർ വിഷയത്തിലും ഇപ്പോൾ നമ്മൾ നേരത്തെ മുസ്ലിം വിഷയങ്ങളിലൊക്കെ ഇടപെട്ട കാര്യം പറഞ്ഞല്ലോ, മണിപ്പൂർ വിഷയത്തിലും വളരെ ശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് CPM എടുത്തിട്ടുള്ളത്. കേരളത്തിൽ പ്രചരണം സംഘടിപ്പിക്കുന്ന കാര്യത്തിനായാലും മണിപ്പൂരിലേക്ക് സന്ദർശക സംഘത്തെ അയക്കുന്ന കാര്യത്തിനായാലും വളരെ ശക്തമായിരുന്നു. പിന്നെ ഈ ന്യൂനപക്ഷ ക്രിസ്ത്യൻ വോട്ടുകൾ ഉള്ള മേഖലകളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇടുക്കിയിൽ ഭൂവിനിയോഗ ബില്ല് പാസ്സാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള നടപടികളെടുത്ത ഒരു മന്ത്രിസഭയാണിത്. ഇടുക്കി മലയോര മേഖലകളെ ആകെ തന്നെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. അക്കാര്യത്തിൽ അതിനുശേഷം ഈ ഭൂവിനിയോഗ ബില്ല് പാസ്സാക്കിയതിന് ശേഷം ഇടുക്കിയിൽ CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഒരു വലിയ ജാഥ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു. വളരെ എനിക്ക് തോന്നുന്നത് ഇടുക്കി ജില്ലാ ഘടകം വളരെ പോസിറ്റീവായിട്ടാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഔട്ട്കമിനെ കാണുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് റിപ്പോർട്ടറിൻ്റെ അഭിപ്രായ സർവേയിൽ പോലും വളരെ ചെറിയ മാർജിനിലാണ് UDFന് വിജയം പറയുന്നത്. അപ്പോൾ അത് മറികടക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് LDF അവിടെ ഉള്ളത് എന്ന് വേണം അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാം. മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കേരള കോൺഗ്രസ് M LDFലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പൂർണ്ണമായും നഷ്ടപ്പെടുന്നു എന്നുള്ള നിലപാടെടുക്കാൻ സമയമായിട്ടില്ല. ഒന്ന് കേരള കോൺഗ്രസ് Mൻ്റെ വരവ്, രണ്ട് ഇടുക്കി പോലുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ ഈ ഭൂവിനിയോഗ ബിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന കാര്യം. പിന്നെ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞു നമുക്ക് നമ്മൾ പല സംഭവങ്ങളും ഒരു സംസ്ഥാനത്ത് നടക്കും, പ്രത്യേകിച്ച് ഒരു മുന്നോട്ട് പോകുന്ന സംസ്ഥാനം എന്നുള്ള നിലയിൽ ചിലപ്പോൾ ലാത്തിച്ചാർജ് ഉണ്ടാവും, ചിലപ്പോൾ ഈ പറയുന്ന നമുക്കൊക്കെ ദൃശ്യങ്ങൾ കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ ഒരു ആൻറ്റി ഇൻകംബൻസി ആയി വരും എന്നുള്ളത് ഒരു പ്രതീക്ഷയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അസസ്മെൻറ്റോ മാത്രമാണ്. ഞാൻ എല്ലാ ചർച്ചകളിലും ആൻറ്റി ഇൻകംബൻസിക്ക് ആധാരമായി പറയുന്ന രണ്ട് കാരണങ്ങൾ, ഒന്ന് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തോൽവിയും ഈ സെറ്റ് ഓഫ് തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പുകളിലെ പരാജയമാണ്. പക്ഷേ നമുക്ക് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം അത് LDFന് അനുകൂലമാണ് എന്ന് മാത്രമല്ല, ആ പരാജയത്തെക്കുറിച്ച് പഠിക്കും എന്ന് മുൻ KPCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള K മുരളീധരൻ പറയുകയുണ്ടായി. അത് സാധാരണഗതിയിൽ UDFന് ഒരു ഞെട്ടലുണ്ടാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത് ഒരു തോന്നലാണോ എന്നുള്ള സംശയം UDFനെ സംബന്ധിച്ചിടത്തോളവും വന്നു ഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിനെതിരെയുള്ള മാത്രം ആൻറ്റി ഇൻകംബൻസി മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നമുക്ക് 19 MP ഇതിപ്പോൾ കേരള കോൺഗ്രസ് Mൻ്റെ വരവോടുകൂടി 18 MP UDFൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഈ സ്ഥലം MPമാർക്ക് ആൻറ്റി ഇൻകംബൻസി ഉണ്ടാകില്ലേ? ഉണ്ട് എന്നാണല്ലോ കോൺഗ്രസ് തന്നെ വിലയിരുത്തിയിരിക്കുന്നത്. 5 MPമാരെ മാറ്റി നിർത്തണം എന്നുള്ള ആദ്യഘട്ട ചർച്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സുനിൽ കനകോലുവിന് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ നിർണായകമായ പങ്കുണ്ടാവുമെന്നൊക്കെ ആദ്യം കേട്ടിരുന്നതാണ്. ചില MPമാരെ മാറ്റി നിർത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി ഉണ്ടെങ്കിൽ രണ്ടും ഉണ്ടാകണം എന്നുള്ളതാണ്. ശരിയാണ്, ഞാനത് പൂർണ്ണമായും അംഗീകരിക്കുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്താൻ പോകുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഇന്ത്യയിലെ പാർലമെൻറ്റിൽ ഇടതുപക്ഷം വേണോ എന്നുള്ള ചോദ്യത്തിന് കേരളമാണ് പ്രധാനമായ ഉത്തരം നൽകേണ്ടത്. കാരണം ഇവിടെ നിന്ന് 7 പേരെ ജയിപ്പിച്ചാൽ മാത്രമേ, 2 എണ്ണം ഇനി അഥവാ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുവാണെങ്കിൽ തന്നെയും 5 എണ്ണം കേരളത്തിൽ നിന്ന് ജയിപ്പിച്ചാൽ മാത്രമേ ദേശീയ പാർട്ടി CPMനെ നിലനിർത്താൻ കഴിയൂ. ഇല്ലെങ്കിൽ അറിയാലോ, അരിവാൾ ചുറ്റിക നക്ഷത്രം കേരളത്തിന് പുറത്ത് മറ്റ് സ്വതന്ത്രർക്ക് വീതം വെച്ച് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അപ്പോൾ ആ നിലയിൽ ഇവിടുത്തെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം തന്നെയാണിത്. അക്കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല.
Meet the editors.